ഇനി നബി രാത്രിയിൽ തഹജ്ജുദിനൊക്കെ വേണ്ടി എഴുന്നേൽക്കുമ്പോ തഹജ്ജുദ് നിസ്കാരത്തിലൊക്കെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വേറെയും ചില പ്രാർത്ഥനകൾ ഇതിന് പകരമായി നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, سألت عائشة رضي الله عنها بأي شيء كان النبي صلى الله عليه وسلم يفتتح صلاته إذا قام من الليل قالت إذا قام من الليل يفتتح صلاته اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. ഇതും ഒരു പ്രാരംഭ പ്രാർത്ഥനയായിരുന്നു. വജ്ഹത്തുവിന്റെ സ്ഥാനത്ത് രാത്രി നിസ്കാരങ്ങളിൽ പലപ്പോഴും നബി ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി തന്റെ രാത്രി നമസ്കാരം ആരംഭിച്ചിരുന്നത് ഏത് പ്രാർത്ഥന കൊണ്ടായിരുന്നു എന്ന് ആയിഷ ബീവിയോട് ഞാൻ ചോദിച്ചപ്പോ ആയിഷ ബീവി എന്നോട് പറഞ്ഞു തന്നു, അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നിസ്കാരം എങ്ങനെ ആരംഭിക്കും, ഏത് പ്രാർത്ഥന? അപ്പൊ ഞാൻ നേരത്തെ കേൾപ്പിച്ച പ്രാർത്ഥന, ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബായ തമ്പുരാനെ, ഫാത്തിറ സമാവാതി വൽ അർള് ആകാശഭൂമികളുടെ സൃഷ്ടാവായ നാഥ, ആലിമൽ ഗൈബി വശഹാദ ദൃശ്യവും അദൃശ്യവും അഥവാ മറഞ്ഞ കാര്യങ്ങളും തെളിഞ്ഞ കാര്യങ്ങളും ഒരുപോലെ അറിയാവുന്ന നാഥ, അൻത തഹ്കുമു ബൈന ഇബാദിക നിന്റെ അടിമകൾക്കിടയിൽ നീയാണ് വിധിക്കുന്നവൻ, ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ, ഇഹ്ദിനീ ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് സത്യമായ വഴിയിലേക്ക് നീ എന്നെ നയിക്കണമേ, നീയാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നേരായ വഴിയിലേക്ക് നയിക്കുന്നവൻ നീ മാത്രമാണ്. ഇതാണ് ആ പ്രാർത്ഥനയുടെ ആശയം.